വൈകിട്ട് എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ന്യൂഡിൽസ് ഇരിക്കണേ. അത് മാത്രമല്ല ചിക്കൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അമ്മ മല്ലിയില ഇട്ട കാരണേ പിള്ളേർക്കും ഇഷ്ടമായില്ല, അഭിയേട്ടനും ഇഷ്ടമായില്ല എൻ്റെ ചിക്കൻ റോസ്റ്റ്. അതെന്തോ ഒരു ചാഴിമണാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വഴി ഉണ്ടാക്കാം, നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ തിന്ന് പോവുമല്ലോ. അപ്പോൾ നോക്കിയാൽ ഞാൻ ന്യൂഡിൽസിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ന്യൂഡിൽസ് ഉണ്ടാക്കാൻ ഇപ്പോൾ ആരും പഠിപ്പിച്ച് തരൊന്നും വേണ്ടല്ലോ. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ആ ചിക്കൻ എങ്ങനെയൊക്കെ അവസാനിപ്പിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാട്ടിക്കൂട്ടുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആയിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈയിടെയായിട്ട് എനിക്ക് ഇത്തിരി എക്സ്പ്രഷൻസ് കൂടുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമല്ല ഉണ്ടല്ലേ. സാരില്ല, എന്താ ചെയ്യാം, പോകെ നമുക്ക് ശരിയാക്കട്ടാ. അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ആരോടും പറയണ്ടല്ലോ. നമ്മൾ സാധാ പോലെ തന്നെ അതിന് ഇതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം, ഒന്ന് പുഴുങ്ങിയെടുക്കാം ആ ന്യൂഡിൽസിനെ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മളവിടെ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിലേ ആ ഗ്യാസ് മൊത്തമായിട്ട് പൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെവൊന്നുമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിന്ന് ബോറടിക്കണേ. അപ്പോൾ കുറച്ചേരം ഞാൻ കുറച്ച് ഡാൻസ് കളിച്ചു. അതൊന്നും ഞാൻ ഇതിൽ ഇടുന്നില്ല കേട്ടോ. നിങ്ങൾ എന്നെ പൊങ്കാലിടും, അമ്മാതിരി ഡാൻസാണ്. ഞാൻ പ്രൊഫഷണൽ ഡാൻസറൊന്നുമല്ല, എനിക്കറിയേയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി എൻ്റെ കയ്യിലുള്ള ടീസ്പൂൺ എന്തുട്ടാന്ന് അതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോന്ന് മേടിച്ചാന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ടീസ്പൂൺ എടുത്തത്. അപ്പോൾ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്, മാഗിയിലെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം പോയി ചിക്കൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഇത്തിരി സ്പീഡായത് എന്താണെന്നറിയോ, എൻ്റെ അടുക്കള അത്യാവശ്യം കച്ചറായിട്ടൊക്കെ എടുക്കണം, വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. പണികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേ മടിയായി. അപ്പോൾ നിങ്ങളധികം കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, എൻ്റെ അടുക്കള നിങ്ങളെ ഞാൻ വൃത്തിയിലല്ലേ കാണിച്ച് തരേണ്ടത്. അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ വേഗം ഓടിപ്പോന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമായിട്ടാണ്, മല്ലിയില എൻ്റെ ഫേവറേറ്റാണ്. ഇവർക്ക് മാത്രം ഇവിടെ ചാഴി പെരിച്ചാഴി എന്ന് പറഞ്ഞിട്ട് നടക്കുള്ളൂ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് കാരണം ഞാൻ വാരി എറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. സാരല്ലേ പോട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. സംഭവം നമ്മുടെ ന്യൂഡിൽസ് വെവിച്ച് വന്നപ്പോൾ അടച്ച് വെച്ചില്ലേ, അപ്പോൾ ഇത്തിരി വെവ് കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല, പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ, വേണ്ട കൊടുക്കുന്നത് പ്രശ്നമല്ലേ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാനിത് ന്യൂഡിൽസ് എപ്പോഴെപ്പോഴും റെക്കമെൻഡ് ചെയ്യില്ലേ നിങ്ങളോട്. കുറച്ച് വെച്ച് കഴിച്ചാൽ മതിട്ടാ കുട്ടികൾക്കായാലും. നമുക്ക് വേണമെങ്കിൽ വാരി വിഴുങ്ങാം. ഞാനൊക്കെ അങ്ങനെ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂഡിൽസ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് മല്ലിയിലേന് വന്നാൽ അപ്പോൾ അഭിയേട്ട അവിടെ നിന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ വേഗം പറക്കി തിന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. ശരിയേ മാനേ ഏറ്റു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചേരായിരുന്നു തിന്നിട്ടോ. അയ്യോ നമ്മൾ മാത്രം തിന്നാൽ പോരല്ലോ, ഇത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. ഞാൻ തിന്നായിരുന്നിട്ടുണ്ടെങ്കിൽ ന്യൂഡിൽസ് ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊന്നും കിട്ടില്ല എന്ന് അഭിയേട്ടൻ പറയും. അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാരോട് പറയുകയും ചെയ്തു, അതേ വായെങ്ങാനും പൊള്ളുട്ടാ, ആ മൂതിയിട്ട് തരാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അടക്കി നിർത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യുക, എൻ്റെ പോലെ പുതിയന്മാർ തന്നെയാണ് എൻ്റെ കുട്ടികളും. അല്ലാണ്ട് പിന്നെ എന്നെ പോലെ ആവാണ്ട് പിന്നെ അഭിയേട്ടന് പിന്നെ ഇമാതിരി കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല കേട്ടോ. അത് കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അപ്പുകൂട്ടനും കൊടുത്തിട്ടുണ്ട്, വാവയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പുകൂട്ടനും ആദിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാവന്ന് പിണങ്ങി. സാരമില്ല, നമ്മുടെ ന്യൂഡിൽസ് കണ്ടപ്പോൾ കുട്ടി അവിടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനും ഇഷ്ടമായിട്ടുണ്ട്. എൻ്റെ കാര്യം പിന്നെ നിങ്ങളോട് പറയണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ കറി വെച്ചിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിലേ കുറച്ച് ന്യൂഡിൽസാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും വേണ്ട, നമ്മുടെ നൂൽപുട്ടുണ്ടാവില്ലേ അതിലോട്ട് ഒന്ന് കലക്കിയിട്ട് കുട്ടികൾക്കൊന്ന് കൊടുത്താൽ മതിയിട്ടാ. അപ്പോൾ അത് വേഗം ചിലവായിക്കോളും. ഇവിടെ ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും അവരെ പ്രതികരണം ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. പറ.